മകളെ, നവവത്സരം ആരംഭിച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞു. ഓരോ ദിവസത്തിലും ഓരോ വചനം കൊണ്ട് നമ്മെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഇന്ന് ജനുവരി 3-ാം തീയതിയാണ്. ഇന്ന് വിശുദ്ധനായ ചാവറ പിതാവിൻ്റെ തിരുനാളാണ്. കേരളക്കരയിലെ ഒരു മഹാവിശുദ്ധനാണ്, ഒരു ആത്മീയ ആചാര്യനാണ്, ഒരു നവോത്ഥാന നായകനാണ്. 40 മണിക്കൂർ ആരാധന ആരംഭിച്ചത്, അതുപോലെ തന്നെ ധ്യാന പ്രസംഗങ്ങൾ ആരംഭിച്ചത്, ജപമാല ഭക്തി ആരംഭിച്ചത്, ഇതൊക്കെ ഈ വിശുദ്ധൻ്റെ പ്രയത്നത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഇന്നിതാ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കാത്തവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം, നീതി, കാരുണ്യം ഇവ പ്രായോഗികമാക്കുന്നതിലാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം അടങ്ങിയിരിക്കുന്നത്. സ്നേഹം നിന്റെ വീട്ടിൽ, നീതി നിന്റെ മാതാപിതാക്കന്മാരോട്, കാരുണ്യം നിന്റെ സഹപ്രവർത്തകരോട്. സ്നേഹം, നീതി, കാരുണ്യം ഇവ പ്രായോഗികമാക്കുമ്പോഴാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ഞാൻ പിന്തിരിയേണ്ടത്? എൻ്റെ അനിഷ്ടകരമായ നോട്ടത്തിൽ നിന്ന്, എൻ്റെ വിഷലിപ്തമായ ചിന്തയിൽ നിന്ന്, എൻ്റെ പ്രകോപനപരമായിരിക്കുന്ന സംസാരങ്ങളിൽ നിന്ന്, ഇതിനൊക്കെ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. ഈശോ പറഞ്ഞില്ലേ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, വീണ്ടും ജനിക്കുവിൻ. കുഞ്ഞുങ്ങളോടും യുവജനങ്ങളോടും ദമ്പതികളോടും വൈദികരോടും സിസ്റ്റേഴ്സിനോടും ഈശോ നമ്മുടെ കൈക്ക് പിടിച്ച് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വീണ്ടും ജനിക്കുക, അവർക്കാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രാത്രിയിലും പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്നവർക്ക് ഒരു അത്ഭുതം നടക്കും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.